Good morning. Have a wonderful and beautiful day. അപ്പൊ നമ്മളിവിടെ ഈ ഒരു ജേർണിയുടെ ഭാഗം അതായത് ഹെൽതി റമദാൻ എന്നൊരു കൺസെപ്റ്റിന്റെ മീനിങ് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റമദാൻ മാസം നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ എങ്ങനെയാണ് പോകേണ്ടത് ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എത്രമാത്രം നമുക്ക് കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാല് ഈ ഒരു ഹെൽതി റമദാൻ എന്നുള്ള കൺസെപ്റ്റിന്റെ പിന്നിലുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലോജിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഹെൽത്തിയും ന്യൂട്രീഷ്യസും ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾ ഡേ എനർജി കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതോടൊപ്പം ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരാതിരിക്കാനും ഇനി അഥവാ നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ടൊക്കെ മാറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതോട് അനുബന്ധിച്ച് അതായത് ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് കരുതിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരാൻ ഉദ്ദേശിക്കുന്നത് ഒരു റൂട്ട് മാപ്പ് ആണ്. എങ്ങനെയാണ് നമ്മുടെ ജേർണി പോകുന്നത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഗൈഡൻസ് തന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി ടു ഫോളോ നോ. അതാണ്. അപ്പൊ ഞാൻ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാണ്. Okay. അപ്പൊ എന്താണ് ഹെൽത്തി ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഞാനൊരു ഓക്കെ. നമ്മുടെ ഈ ഒരു റമദാൻ സീരീസില് ഈ ഒരു ജേർണി പോകുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. അതായത് നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ് മീൽ പ്രിപ്പറേഷൻ അതിന്റെയൊക്കെ ടൈമായി ഇനി സമയമില്ല. കാരണം നമ്മുടെ അടുത്ത് കഷ്ടിച്ച് ഒരു 10 ദിവസമേ നമ്മുടെ മുന്നിൽ ഇനിയുള്ളൂ അല്ലെ. ഈ ഒരു 10 ദിവസം കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് ഡേയ്സ് നമ്മളൊരു 3 പ്രാവശ്യമായിട്ട് ഗ്രോസറി ഷോപ്പിംഗ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ മീൽ പ്രിപ്പറേഷൻ ഉണ്ടാവും. ഡേ 3-ലും ഡേ 7-ലും ഡേ 14-നും ഡേ 18-നും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ടൈം സേവ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെർബൽ ഡ്രിങ്ക്സ് അതായത് നമുക്ക് ബോഡിനെ നൂറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഡീറ്റോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രിങ്കുകളുടെ ഒക്കെ പ്രിപ്പറേഷൻ കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ ഹെൽത്തി ആയിട്ട് ഒരാൾ മാത്രമാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ ആരെ എഫക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല കാര്യങ്ങളൊന്നും കേട്ടോ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ റമദാൻ നമുക്ക് മാത്രം ഭയങ്കര ക്ലോസ് ടു ഹേർട്ട് ആയിട്ട് വെക്കാൻ പറ്റുന്ന നമ്മുടെ പ്രേയേഴ്സിൽ കൂടുതൽ അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടെ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ഈ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇതില് എന്താണ് നമ്മള് ഓക്കെ ഹെൽത്തി ഈറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ റമദാനിൽ ഈ ഒരു ഹെൽത്തി ഈറ്റിംഗിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് നമുക്ക് നോക്കാം. ഓക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ഈറ്റിംഗിന്റെ പവർ എന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കഴിഞ്ഞ റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയതിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് ഈ റമദാനിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ റമദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഫുഡിന്റെ ഒരു ഫീസ്റ്റ് ആയിട്ട് പലപ്പോഴും മാറി പോവാറുണ്ട് അല്ലെ. പ്രത്യേകിച്ചിട്ട് ഫോറിൻ കൺട്രീസിൽ അല്ലെങ്കിൽ പുറത്തൊക്കെ ഉള്ള ആൾക്കാരാവുമ്പം അവർക്ക് ടൈമിങ്ങിന്റെ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഫാമിലി ഗാദറിങ് ഒക്കെ മിക്സപ്പ് ആയി പോകും. അപ്പം നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഇതിന് വേണ്ടുന്ന രീതിയിൽ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് ഒന്നാമത്തെ കാര്യം ടൈം ലാഭിക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ കാര്യം ഇതൊരു ബേർഡൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻസ് ഒക്കെ പറയുമ്പം എന്തെങ്കിലും ഓവറായിട്ട് ജങ്ക് ആയിട്ട് അല്ലെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടൊക്കെ കഴിക്കേണ്ടി വരും. ഇതൊന്നും ഇല്ലാതെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ജേർണി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരത്തില് നിങ്ങൾ ഫസ്റ്റ് മുതലേ പ്രിപ്പയർഡ് ആവണം എന്ന് പറയുന്നത്. അതായത് നാളെ മുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് അത് ശീലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ റമദാൻ തുടങ്ങുകയാണെങ്കിൽ 10 ദിവസമില്ല, ഈ 10 ദിവസം നമുക്കൊരു ഒരു ജസ്റ്റ് ഒരു ഐഡിയ ഒക്കെ കിട്ടും, ഇതിന്റെ റിസൾട്ട് കിട്ടിത്തുടങ്ങും. പിന്നെ അങ്ങോട്ടേക്ക് റമദാൻ 1 മുതൽ 30 ദിവസം വരെ നിങ്ങൾക്ക് വേറെ തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ അതിന്റെ അത് സിമ്പിൾ ആയിട്ട് പറയുന്നത് ഒരു 5 സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് മീൽ പ്ലാൻ ചെയ്യുന്നുണ്ടാവും, വീക്ക്ലി ഗ്രോസറി ലിസ്റ്റ് തരുന്നുണ്ടാവും, അതേപോലെ തന്നെ ഫുഡ് പ്രിപ്പറേഷൻസ് ചെയ്ത് വെക്കുക. അതായത് നമ്മൾ അത്യാവശ്യം കുക്ക് ചെയ്ത് വെക്കുക, വെജിറ്റബിൾസ് ഒക്കെയാണ് കട്ട് ചെയ്യുക, നമ്മൾ മാരിനേറ്റ് ചെയ്യേണ്ടതൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുക, അങ്ങനെ പ്രീ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് വെക്കാം. ഫെർമെന്റ് ഫുഡ് ഉണ്ടാക്കേണ്ടത്, സ്പ്രൗട്ടിങ്, ഇതൊക്കെ നമുക്ക് ചെയ്ത് വെക്കും. കുറേ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള
പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ആകുമ്പോൾ നമുക്ക് കുറേ സമയത്ത് ഫീലിംഗ് ഫുള്ളർ ആയിരിക്കും, വിശപ്പ് തോന്നൂല, ചീറ്റിംഗ് ചെയ്യാൻ വേണ്ടി തോന്നൂല, ഓവർ ഈറ്റിംഗ് ഇല്ലാതെ ആ സുഹൂറിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിച്ചുകൊണ്ട് ഹോൾ ഡേ എനർജി കീപ്പ് ചെയ്തിട്ട് ഇഫ്താറിലും ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടുപോയി അങ്ങനെ അങ്ങനെ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇതില് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബ്ലോട്ടിംഗ് ഉണ്ടാവില്ല, കോൺസ്റ്റിപ്പേഷൻ ഇല്ലാത്ത രീതിയിൽ സ്കിന്നിൽ തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ എന്താണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഹെൽത്തി ഈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ആർക്കാണ് പറയാൻ പറ്റുക എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഹെൽത്തി ഈറ്റിംഗ് ഇൻ റമദാൻ? എന്ത് കാര്യമാണ് നിങ്ങൾക്ക് മിസ്സായി പോകുന്നുണ്ടാവുക, നമുക്കൊരു ഗിൽട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവുക? പ്രാർത്ഥനകളൊക്കെ നമ്മൾ നന്നായിട്ട് ചെയ്യും, ഭക്ഷണത്തിന്റെ കാര്യത്തിലാവുമ്പോൾ നമുക്ക് വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചിട്ട് കഴിക്കേണ്ടി വരും അല്ലെ? ആരെങ്കിലും ഗിഫ്റ്റ് കൊണ്ടു തന്നിട്ട് കഴിക്കുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിറ്റത്തെ ദിവസത്തേക്ക് നമുക്കൊരു ടയർഡ്നെസ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളെ ബാധിക്കുകയല്ലേ അല്ലെ? ഒരു ദിവസം നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ അല്ലെ? നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാല് അവര് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക നമുക്ക് ഗിഫ്റ്റഡ് ആയിട്ട് ഈ ഒരു ശരീരം തന്നു, നമ്മുടെ ദൈവമല്ലേ നമുക്ക് നമ്മുടെ പഠിച്ചവൻ തന്ന ഈ ഒരു ശരീരം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ട് നടക്കേണ്ട ഒരു ഉത്തരവാദിത്തം ആർക്കാണ്? ആർക്കാണ്? ആരെങ്കിലും പറഞ്ഞു? എല്ലാരും കേൾക്കുന്നില്ലേ? ഞാൻ ഓഡിബിൾ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് തന്നെയാണ് അല്ലെ? അപ്പൊ അത് അത്രയും മനോഹരമായിട്ട് കൊണ്ട് നടക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ പറയാനുള്ളത്. അപ്പൊ നമ്മൾ കഴിക്കുന്നത് മെഡിസിന് പോലെ നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ സഹായിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. അപ്പം ജസ്റ്റ് ഒരു സെക്കൻഡ്. അപ്പം നമ്മൾ ഹെൽത്തി ഈറ്റിംഗിൽ നമ്മുടെ ആ ഒരു റൊട്ടീനിലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്റ്റാർട്ടിങ്ങിൽ ഡേയ്സിൽ തന്നെ, അതായത് നാളെ മുതൽ തന്നെയാണെങ്കിൽ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഗുണം നമുക്കറിയാൻ പറ്റും. നമ്മൾ കുറെ കൂടെ ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും നമ്മുടെ ബോഡി കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഇംപ്രൂവ് ആയിട്ട് വരുന്ന കാണാൻ പറ്റും. നമുക്കൊരു ടയർഡ്നെസ് ഇല്ലാതെ കുറച്ചുകൂടെ ആക്റ്റീവ് ആണോ നമുക്ക് തന്നെ തോന്നിപ്പോകും. പിന്നെ വരുന്ന കാര്യമാണ് നമ്മുടെ എനർജി ലെവൽ. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം നമുക്ക് ഓവർ ഈറ്റ്, അതായത് കുറച്ചധികം ഫുഡ്, പ്രത്യേകിച്ച് ഫാറ്റോ ഒക്കെ ഉള്ള ഫുഡുകൾ, ബിരിയാണി ഒക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും മലക്ക് പിടിക്കുന്നു എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ. അത്തരത്തിലുള്ള ടെൻഡൻസി അല്ലേ ഉണ്ടാവുക. പക്ഷേങ്കിൽ നമ്മൾ ബോഡിക്ക് വേണ്ടുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള അടുത്തുള്ള ഇമോഷൻസ്, അതായത് നമ്മൾ ചിലപ്പം ഷൗട്ട് ചെയ്തിട്ടും അല്ലെ പിള്ളേരുടെ അടുത്തൊക്കെ, അത് എല്ലാവരുടെ അടുത്തും കാണിക്കുമല്ലോ, നമ്മുടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊന്നും ഇല്ലാതെ കുറച്ചുകൂടെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് അസുഖങ്ങളെ നിയന്ത്രിക്കാനും സാധിക്കും അല്ലെ? അപ്പം ഏറ്റവും ബെസ്റ്റ് ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇത് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലാനിങ് വേണം അല്ലെ? ഈ ഒരു പ്ലാനിങ്ങിനെ കുറിച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മള് ഈ ഒരു റമദാനിൽ ശരിക്കൊരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരു പ്ലാനർ നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു പ്ലാനർ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും എങ്ങനെയാണ് ഈ ഒരു റമദാനിൽ ഡേ 1 മുതൽ 30 ഡേയ്സ് നിങ്ങളുടെ പ്രേയേഴ്സിന്റെ കാര്യങ്ങളും ഞാൻ സംസാരിക്കുന്നുണ്ടാവും. കാരണം അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നിങ്ങൾക്ക് അറിയാലോ അതിനെപ്പറ്റി കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പക്ഷെ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റൻഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇന്റൻഷൻ സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ഒരു റമദാനിൽ നമ്മൾ മീൻ ചെയ്ത് നമ്മുടെ ഒരു ഗോൾ എന്താണ്? ഹെൽത്തി ആവലാണോ? അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി സ്പിരിച്വൽ ഗോൾ നമുക്ക് ഉണ്ടാവും, കുറച്ചുകൂടെ ദൈവത്തോട് അടുക്കുക, അവർക്ക് പ്രാർത്ഥനകളിൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്നൊക്കെ ഉള്ളത്. അതേപോലെ തന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഗോൾ നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം ഗോൾസ് എന്ന് പറയുന്നത് എപ്പോഴും ഏതൊരു തരത്തിലായാലും നമ്മളെ മുന്നോട്ടേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം അതേപോലെ തന്നെ നമ്മൾ നാളെ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ഡിക്ലറ്റർ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഡ്രോയറിൽ 3 മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡിക്ലറ്റർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്മുടെ ഫ്രിഡ്ജ് അല്ലെ? നമുക്കറിയാം നമ്മുടെ ഫ്രിഡ്ജിലായിരിക്കും നമ്മളെല്ലാം കയറ്റി വെക്കുന്നുണ്ടാവും. ഇതൊന്ന് ഡിക്ലറ്റർ ചെയ്തെടുക്കുക കേട്ടോ. കാരണം ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളുടെ അതൊക്കെ ഒഴിവാക്കുക. നമ്മൾ ഇനി ഉപയോഗിക്കാൻ വേണ്ടുന്ന സാധനങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പേസ് ഒരുക്കണ്ടേ? കാരണം നമുക്ക് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട്, എന്തൊക്കെയാണ് ഇല്ലാത്തത് ഉള്ളത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് കുറെ സ്പൈസസ് വേണ്ടതുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് നമ്മുടെ സ്ഥലങ്ങളൊക്കെ
ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. നാളത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസമായിട്ട് 2 ദിവസം എടുത്തിട്ട് നിങ്ങൾ ചെയ്തോളൂ. അതേപോലെ തന്നെ നിങ്ങളുടെ വാർഡ്രോബ് ക്ലീൻ ചെയ്യുക. ഈ 2 കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ 2 ദിവസത്തിൽ തന്നെ ചെയ്ത് തീർക്കുക കേട്ടോ. കാരണം നമുക്ക് അത്ര ദിവസമേ ഉള്ളൂ. നാളെ ഞാൻ ഗ്രോസറി ലിസ്റ്റിന്റെ ഡീറ്റെയിൽസും മീൽ പ്രിപ്പറേഷനും ആയിരിക്കും ഞാൻ ശരിക്ക് റൂട്ട് മാപ്പ് ആയിട്ട് തരുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ടൈം ഓരോ ദിവസം ആ പറഞ്ഞ ദിവസം അത് തന്നെ തീർത്ത് കഴിഞ്ഞാൽ കുറെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ. ഇപ്പൊ ഡിക്ലറ്ററിങ്ങിന് 2 ദിവസമാണ് കേട്ടോ. വീടൊക്കെ നിങ്ങൾ വൃത്തിയാക്കി സൂക്ഷിക്കുന്ന എനിക്കറിയാം. എന്നാലും ഈ കാര്യങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക. എല്ലാ അസുഖങ്ങളും തുടങ്ങുന്നത് ഫ്രിഡ്ജിൽ നിന്നാണ്. നമ്മൾ കൊണ്ടുവെക്കുന്ന ഭക്ഷണത്തിൽ ഒരു പഴകിയ ഭക്ഷണം കൂടെ ഉണ്ടെങ്കിൽ അതുമായിട്ട് വർക്ക് ചെയ്തിട്ട് പ്രോസസ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിനെ തന്നെ ഹാർംഫുൾ ആക്കുന്ന രീതിയിലുള്ള ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഡിക്ലറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ നമ്മുടെ ബോഡിയും മൈൻഡ് പോലെ തന്നെ പ്യുവർ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആവാൻ പോവല്ലേ. അപ്പം ആ ഒരു ഡിക്ലറ്ററിംഗ് ആണ് നാളെ നടക്കേണ്ടത് കേട്ടോ. അപ്പൊ അതിന്റെ ഗൈഡൻസ് ഞാൻ തരാം. ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കുറച്ച് ഒരു നോർമൽ ആയിട്ടുള്ള വെള്ളത്തിൽ കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് വിനാഗിരിയും നമ്മുടെ മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും സോപ്പ് ഡിഷ് വാഷ് ആണെങ്കിൽ അത് ഉപയോഗിക്കാം. അതിട്ടിട്ട് ഒരു വെറ്റ് ക്ലോത്ത് ഇട്ടിട്ട് എല്ലാം തുടച്ചെടുത്ത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പിന്നെയും ഈ ലേബലൊക്കെ നോക്കി പാക്കറ്റ് പൊടികളൊക്കെ നിങ്ങൾ പാക്കറ്റിൽ തന്നെ കീപ്പ് ചെയ്യാതെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഇനി പുറത്താണെങ്കിലും ഒക്കെ അതൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ഇത്തരത്തില് അതൊക്കെ മാറ്റി ഡിക്ലറ്ററിംഗ് ആണ് ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി അതിന്റെ അതേപോലെ തന്നെ കുറച്ച് എയർ ടൈറ്റ് കണ്ടെയ്നറുകൾ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മീൽ പ്രിപ്പറേഷന് കുറച്ച് എളുപ്പമായിരിക്കും. സിപ്പ് ലോക്ക് ബാഗുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഗ്രോസറി ഷോപ്പിങ്ങിന്റെ നാളത്തെ കൂട്ടത്തിൽ ഞാൻ അതൊക്കെ പറയാം കേട്ടോ. എന്നാലും ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്തേ ഉള്ളൂ. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇന്ന് എത്ര പേര് റെഡിയാണ് ഇന്നത്തെ ദിവസം തന്നെ ഫ്രിഡ്ജ് ഒക്കെ ക്ലീൻ ആയിരിക്കും എന്നാലും ഒന്ന് നമുക്ക് അതിനു വേണ്ടി ഒരുങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഒന്നും കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് മാനേജ് ചെയ്തിട്ട് വെക്കുക കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വാർഡ്രോബ് ഓക്കെ അതും അതിൽ 3 മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാത്തതൊക്കെ ഉണ്ട് മാറ്റി വെച്ച് നമ്മുടെ ഈ റമദാനിൽ കുറച്ചുകൂടെ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ പ്യുവറസ്റ്റ് ഫോം ആയിട്ട് മാറാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ ഇടുന്ന പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ സെൽഫ് കെയറിന് വളരെയധികം ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കണം. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഗ്രൂമിങ്ങിന് നമ്മള് നമ്മളെന്താ പറയാ പേഴ്സണൽ ഹൈജീനിന് അതേപോലെ തന്നെ നമ്മൾ ഇടുന്ന ഡ്രസ്സുകൾ ശ്രദ്ധിക്കണം. എപ്പോഴും നല്ല നീറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുറേ സമയം എല്ലാം ചെയ്യാന്നുള്ളതല്ല, ചെയ്യുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് ഇന്റൻഷൻ സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ചെയ്യുന്നത് കേട്ടോ. എം ഐ ക്ലിയർ? ക്ലിയർ അല്ലേ? എല്ലാരും ഇവിടെ തന്നെ ഇല്ലേ? പിന്നെ ഞാൻ പറഞ്ഞത് പിന്നെ നമ്മുടെ ഒരു കാര്യമായിരുന്നു ഇത് ഓരോ ദിവസമായിട്ട് ഞാൻ ഓരോ ദിവസം ഇങ്ങനെ സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ഓരോ ദിവസമായിട്ട് പറയും. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയാം. എന്നാൽ അതിൽ നമുക്ക് ഒരു ആപ്പ് ഉണ്ട്. അതായത് എൻ്റെ ആപ്പ് അല്ല, ഞാനൊരു ആപ്പ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. അതേപോലെ തന്നെ നോഷൻ എന്ന് പറയുന്ന ഒരു ട്രാക്കർ ഉണ്ട്. അതിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ട്രാക്കറായിട്ട് തന്നെ ഡൗൺലോഡ് നിങ്ങൾക്ക് ഇങ്ങനെ ടിക്ക് ചെയ്ത് 30 ഡേയ്സും പോകാൻ വേണ്ടി പറ്റും. അതിൽ നിങ്ങൾക്ക് വാട്ടർ ഇൻടേക്കിന് ടിക്ക് ചെയ്ത് പോവാം. ഖുറാന വായിക്കുന്ന സമയങ്ങളിലുള്ളത്, അദ്കർ വായിക്കുന്നത്, അതായത് നിങ്ങൾ തറാവിയൊക്കെ ചെയ്യുമ്പോൾ ഓരോ ദിവസമായിട്ട് ടിക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മളെല്ലാം കമ്മിറ്റഡ് ആണ് എന്നുള്ളത് ഭയങ്കരമായിട്ട് മനസ്സിലാവും. നിങ്ങൾ ശരിക്ക് നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ അടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം എല്ലാ സമയത്തും നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒരു 5 സമയം നിസ്കരിക്കാത്ത ആൾക്കാർക്ക് ചില ആൾക്കാരെങ്കിലും ഉണ്ടാവും. ഒന്നെങ്കിൽ സമയമില്ലാത്തതിന് അല്ലെങ്കിൽ മാറ്റി വെക്കുന്നുണ്ട്. അത് നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് ചെയ്ത് തീർത്തിട്ട് ഒരു ദിവസം ലാസ്റ്റ് പോകുമ്പോഴത്തേക്ക് അൽഹംദുലില്ലാ പറഞ്ഞിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഇതേപോലെ തന്നെ പിന്നെ ലിസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമുക്ക് പ്രയോറിറ്റി ലിസ്റ്റുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഈ റമദാൻ ഈ ഒരു ടൈമിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റൽ കേസ് ആവാം, എവിടെയെങ്കിലും വിസിറ്റ് ചെയ്യേണ്ടതാവാം, നമ്മൾ ചെയ്യേണ്ട കമ്മിറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് നാളെ ഇന്ന് ഞാനൊരു ട്രാക്കർ ഷെയർ ചെയ്യുന്നുണ്ടാവും. അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് പോവാട്ടോ. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടുള്ളത് ഓക്കെ ഈ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വെയിറ്റ്, ഞാൻ എൻ്റെ എവിടെയായിരുന്നു ഷെയർ ചെയ്ത് വെച്ചത്? ഇത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതാണ് നോഷൻ നോട്ട്സ് കേട്ടോ. ഇത് നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും, ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി പറ്റും, കുറച്ചുകൂടെ നമുക്ക് കമ്മിറ്റഡ് ആയിട്ട് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. നമ്മുടെ ഒരു അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുന്ന സ്വയം നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്ന ഒരു ആപ്പാണ് കേട്ടോ.
ഡൗൺലോഡ് ചെയ്യാം. കഴിഞ്ഞ റമദാനിൽ മീല് ഒരാൾ പ്ലാൻ ചെയ്തതാണ്. ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ആപ്പ് ഒന്നും യൂസ് ചെയ്ത് പരിചയമില്ലാത്ത ആൾക്കാർക്ക് ഒരു ദിവസം ഒരു മണിക്കൂർ എടുത്തിട്ട് ഇതൊക്കെ എഴുതി വെക്കുക. റമദാന്റെ പ്ലാനർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 5 ഡയമണ്ട്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ 5 പ്രാവശ്യം നമ്മൾ നിസ്കരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത് അല്ലെ. അത് എത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ. രണ്ടാമത്തെ കാര്യമായിട്ട് പറയാനുള്ളതാണ് നമ്മുടെ എന്താ പറയാ, എക്സസൈസിന് വേണ്ടിയിട്ട് ഒരു ടൈം വേണം. നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ബോഡിക്ക് മൂവ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഒരു ബെനിഫിറ്റ് വേറെ തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ടൈം എത്രയായാലും ഒരു 15 മിനിറ്റ് എങ്കിലും മിനിമം നമ്മൾ കൊടുത്തിരിക്കണം. എത്ര നമ്മൾ നമസ്കാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിന് വേണം. കാരണം ഇത് സമയത്ത് നമ്മുടെ ബോഡിയിൽ ഒരു എനർജി വരാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്നത് 8 മുതൽ ഒരു 12 ഗ്ലാസ് വരെ വെള്ളം നമുക്ക് വേണം. ഇത് നമുക്ക് ഈ ഒരു സുഹൂർ ടൈം മുതൽ ആ ഒരു ടൈമിൽ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. മറ്റന്നാളത്തെ സെഷൻ, അതായത് ഡേ 3ലാണ് ഉറക്കത്തിന്റെ കാര്യം നമുക്ക് ബാലൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ടാവും കേട്ടോ. നാളത്തെ ഡേയിൽ മീൽ പ്രിപ്പറേഷനും നമ്മുടെ ഗ്രോസറി ലിസ്റ്റും ആയിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടാവുക. അപ്പം ഇത് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോവാം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കണക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഹെൽത്ത് ചലഞ്ചസ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഹെൽത്ത് ചെക്കപ്സ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡോക്ടേഴ്സിനെ കാണേണ്ട ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് മെഡിസിൻ ഒക്കെ എടുക്കുന്നുണ്ട്, അതിന്റെ പോർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റണമെന്നുണ്ട്, അതൊക്കെ ഇപ്പൊ തന്നെ ചെയ്തോണം കേട്ടോ. അപ്പം പിന്നെ അങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ കണക്റ്റ് ആയിട്ട് അങ്ങ് പോയിക്കോളും. പിന്നെ ഇന്ന് മുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഫുഡിന്റെ ബാലൻസ് കൊണ്ടുവരണം കേട്ടോ. അതായത് നമ്മുടെ ബോഡിക്ക് ഇത്തിരിയുടെ ബാലൻസ്ഡ് ആയ രീതിയിൽ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ തുടങ്ങാം. പുറത്തുള്ള ഫുഡുകൾ ഇന്ന് മുതൽ തന്നെ ഒഴിവാക്കണം. അതായത് ബേക്കറി ഐറ്റംസ്, സ്പെഷ്യൽ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ബേക്കറി ഐറ്റംസ്, ട്രാൻസ്ഫാറ്റ് അടങ്ങിയത്, ഷുഗറി ആയിട്ടുള്ളത്, അതേപോലെ തന്നെ സോൾട്ടി ആയിട്ടുള്ള രണ്ടും വാട്ടർ റീടൈൻ ചെയ്ത് വെക്കും. നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. ഉപ്പടങ്ങിയതും നമ്മുടെ ബോഡി തേഴ്സ്റ്റ് ഫീൽ ചെയ്യിക്കാനൊക്കെ കാരണമാവും കേട്ടോ. പിന്നെ ഏതെങ്കിലും ഫ്രൂട്ടോ വെജിറ്റബിളോ റോ ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും കഴിച്ചു തുടങ്ങും ഇന്ന് മുതൽ അങ്ങോട്ടേക്ക്. രാത്രിയത്തെ ഡിന്നർ നേരത്തെ ആക്കുക. ഇതൊക്കെ ഈ ഒരു പ്രാക്ടീസ് കമ്പൈൻ ആയിട്ട് വരുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി കൂടെ എളുപ്പമാണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ നോമ്പ് തുടങ്ങിയ പാടുള്ള തലവേദന ഒഴിവാക്കാൻ വേണ്ടി പറ്റും, ബ്ലോട്ടിംഗ് ഒഴിവാക്കാൻ വേണ്ടി പറ്റും, അതേപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് ഒക്കെ ഇപ്പൊ തന്നെ കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ആവശ്യത്തിന് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മുടെ ഓരോ മീലിലും ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. പിന്നെ ഫുഡ് ഹോൾ ഗ്രെയിൻ ആയിട്ട് ഫൈബർ റിച്ച് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാനും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഹെൽത്തി ഫുഡ് എന്നുള്ള നമ്മുടെ എന്താണോ നമ്മൾ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളത് അത് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങാം. നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് കുറേ അധികം അസുഖങ്ങൾ നമ്മുടെ ഇടയിൽ ഇപ്പം വന്ന് നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. അതെന്തോ ആവാം, ഫാറ്റി ലിവർ ആയിട്ടും കൊളസ്ട്രോൾ ആയിട്ടും BP ആയിട്ടും തൈറോയിഡ് ആയിട്ടും ഒക്കെ ആൾക്കാർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ക്യാൻസർ ആയിട്ടൊക്കെ കഷ്ടപ്പെടുവാണ് അല്ലെ. ഇതൊക്കെ ഫുഡ് ഒരു മെഡിസിൻ പോലെ വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങൾ കൊണ്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ നമ്മൾ മാത്രമല്ല നമ്മുടെ സറൗണ്ടിങ്സും, അതായത് എല്ലാം പൊല്യൂട്ടഡ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ പൊല്യൂട്ടഡ് അല്ലാത്ത രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അധികം മെഡിസിൻസ് ഇല്ലാത്ത എന്താ പറയാ പെസ്റ്റിസൈഡ്സ് ഇല്ലാത്ത കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് തുടങ്ങാം കേട്ടോ ആ ഒരു ജേർണി. ഓക്കെ. ഈ പറഞ്ഞ പോലെ ഷുഗറും സോൾട്ടും നമ്മൾ കുറച്ചെടുക്കുക. പിന്നെ എന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു ടോപ്പിക്ക്? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പം ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹെൽത്തി ഈറ്റിങ്ങിന്റെ ബെനിഫിറ്റിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ സ്ലിപ്പായി പോയത് അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാറ്റ് ഇന്ന് മുതൽ തന്നെ, റെഡ് മീറ്റ്, ഫാറ്റ്, ഇത്തരം കാര്യങ്ങൾ ഇന്ന് മുതൽ തന്നെ കട്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ എക്സസൈസ് എന്തെങ്കിലും കേട്ടോ, ഒന്നും ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നല്ല ബ്രിസ്ക് കൈയൊക്കെ വീശി നടക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റിയ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഒരു ഫുഡ് പിരമിഡ് ഉണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ട മുതൽ കുറച്ച് ഉൾപ്പെടുത്തേണ്ട വരെ നമ്മളൊരു പിരമിഡിന്റെ രൂപത്തിൽ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. ആ ഫുഡ് പിരമിഡിന്റെ രീതിയിൽ എന്തൊക്കെ വീക്കിലി ഉൾപ്പെടുത്തണം, എന്തൊക്കെ ഡെയിലി ഉൾപ്പെടുത്തണം എന്നുള്ള രീതിയിൽ ഞാനത് വേണമെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾ ആ ഗ്രൂപ്പ് യൂസ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട് ഒക്കെ വരുമ്പോൾ ചോദിക്കുക കേട്ടോ. ഡൗട്ട്സ് വരുമ്പോൾ എനിക്ക് നന്നായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ വേണ്ടി പറ്റും.
നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ വേണ്ടി പറ്റും. മാക്സിമം നിങ്ങൾ യൂസ് ആക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെന്തായിരുന്നു ഇതില് നിങ്ങൾ ഒരു എസെൻഷ്യൽ ആയിട്ട് നിങ്ങൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മെഡിസിൻ ഒന്നും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് തന്നെ ഡോക്ടറെ അടുത്ത് പോയിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു റമദാൻ ചലഞ്ചിന്റെ ഗ്രൂപ്പില് ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് ആയിരിക്കുമല്ലോ ഇവിടെ ഉള്ളത്. ഇനി അല്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ കസിൻസ് ആയാലും ഫാമിലി മെമ്പേഴ്സ് ആയാലും അവർക്കൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ജേർണിയുടെ ഭാഗമാവാൻ വേണ്ടിയിട്ട് ആരായാലും അവരെ ഹെൽപ്പ് ചെയ്യുക. കാരണം എത്രയും ആൾക്കാരിലോട്ടേക്ക് ഇത് എത്തിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ സെറ്റ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാന് എന്റെ പേജ് സ്ലോ ആയി പോകുന്നുണ്ടോ ഒരു സംശയം, കിട്ടുന്നില്ല കേട്ടോ. ഇതാണ്. അപ്പം ഇതില് ഹോൾ ഫുഡ് കഴിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞുതരാം. ഹോൾ ഫുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ് ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു തരത്തിലും മായം ചേർക്കാത്ത ഫുഡുകൾ, അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ഫാക്ട് ഒന്നും അടങ്ങാതെ നമ്മുടെ റവ ആയാലും എന്താ പറയാ മില്ലറ്റ്സ് ആയാലും നോർമൽ ആയിട്ടുള്ള ചോറായാലും ഗോതമ്പായാലും എല്ലാം നമുക്ക് മുഴുവനായിട്ടും നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് ഉപയോഗിക്കുമ്പം അത് നമുക്ക് ബ്ലോട്ടിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ശരീരത്തിന് ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം അത് ഇത്തരത്തിൽ പെടുന്ന ഏത് ഇപ്പം ഈവൻ നോർമൽ ദാലായാലും നന്നായിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സ്പ്രൗട്ട്സ് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ചിക്ക് പീസ്, രാജ്മ, ഇത്തരം കാര്യങ്ങളും കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാലഡ്സിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലോട്ടേക്ക് മിക്സ് ആൻഡ് മാച്ച് ആക്കിയിട്ടൊക്കെ എടുക്കാം. അപ്പൊ ഇതൊരു ബേർഡൻ ആയിട്ട് മാറൂല. പിന്നെ പ്രോട്ടീൻ ഉള്ള ഫുഡ് ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ചിക്കൻ, ഫിഷ്, അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഏതായാലും ഇപ്പം പനീർ, ചിക്കൻ ഒന്നും വേണ്ടാത്ത ആൾക്കാരാണ് പനീർ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അന്നത്തെ സമയത്ത് രാത്രിയിലൊക്കെ രാവിലെ ലൈറ്റ് ആയിട്ട് സോർട്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് സേവറി ആയിട്ടുള്ള ഫുഡുകളാണ് സുഹൂറിൽ യൂസ് ചെയ്യുന്നത് നല്ലത്. ഓക്കെ, അധികം ഫ്രൂട്ട്സും എന്താ പറയാ മധുരമുള്ള ഐറ്റംസും കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് ഓയിലൊക്കെ കുറച്ചിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ചെയ്യുമ്പം നമുക്ക് ഹോൾ ഡേ ആ ഒരു എനർജി കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പൊ ഫാറ്റ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ എല്ലാം കഴിക്കാം എന്ന് പറഞ്ഞാലും ഹെൽത്തി ഫാറ്റിന് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ്. അതായത് നമ്മളൊരു ഹാൻഡ്ഫുൾ നട്ട്സ് നമ്മുടെ ഒരു ഡയറ്റ്, ഒരു ദിവസത്തെ ഡയറ്റ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അതിൽ നമുക്ക് ഇപ്പം ഏറ്റവും എന്താ പറയാ ലേഡീസിന് പ്രത്യേകിച്ചിട്ട് ബെനിഫിറ്റ് ആവുന്ന ഒരു കാര്യമാണ് പംകിൻ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ഇത്തരത്തിലുള്ളത്. ഓക്കെ, ഇത് നമ്മൾ എല്ലാ ദിവസവും ഒന്നെങ്കിൽ ഡയറക്റ്റ് കഴിക്കാനോ ഇഷ്ടമില്ല, അതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് ജസ്റ്റ് റോസ്റ്റ് ചെയ്തിട്ട് വെക്കാം. പിന്നെ നമുക്ക് ബദാം മിൽക്കിന്റെ പോലെ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് വെക്കാം. അതായത് ബദാം നമ്മൾ നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അതിന്റെ കൂടെ ഇത്തരത്തിൽ നട്ട്സുകൾ, ആൽമണ്ട്സ് ഇടാം. അതേപോലെ വാൾനട്ട്, പംകിൻ സീഡ്സ്, പിസ്താഷ്യോ, കാഷ്യൂ, ഇതൊക്കെ പൗഡർ ആക്കിയിട്ട് അതിന്റെ പ്രിപ്പറേഷൻ മറ്റന്നാളത്തെ ആ ലിസ്റ്റിൽ വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ അൺഹെൽത്തി ആയിട്ട് നമ്മൾ റെഡ് മീറ്റ്, അതേപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഉപയോഗവും മാക്സിമം ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഒരു നമ്മൾ തലിബാന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ മട്ടന്, ബീഫിനൊക്കെ പകരം ചിക്കൻ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കിന്റെ കാര്യങ്ങളൊക്കെ അടുത്ത ദിവസത്തെ സെഷനിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നതാണ് കേട്ടോ. അതിന്റെ പ്രിപ്പറേഷൻസ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ട് പറയുമ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനും സാധിക്കും. അപ്പോ ഇതൊക്കെയാണ് ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. പിന്നെ നിങ്ങൾക്ക്